എന്ന് മുതലാണ് നിങ്ങൾ ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്? എല്ലാ 90 കിഡ്സിനെ പോലെയും ഈ വളയം ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് നമ്മുടെ KSRTC ബസ്സില്ലേ, അതിൻ്റെ ഗിയർ ബോക്സ്, അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് നമ്മളോട് യാത്രയുണ്ടല്ലോ കുട്ടിക്കാലത്തെ, ആ ഒരു യാത്രയിലാണ് ഞാനും ഈ വളയം ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഈ ഡ്രൈവർ ചേട്ടൻ ഈ വളയം ഇങ്ങനെ വളയ്ക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബസ് ഭയങ്കര അനുസരണയോടുകൂടി അതിനനുസരിച്ചിട്ട് വളയുകയും തിരിയുകയും നേരെയും ഒക്കെ ഇങ്ങനെ കുതിക്കണം കാണുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവാറില്ലേ? നമ്മളും അതേപോലെ തന്നെ ബാക്കിയുള്ള യാത്രക്കാരെല്ലാവരും ഇതേപോലെ ഭയങ്കര ആരാധനയോടെ ഇങ്ങനെ നോക്കുമ്പോൾ പുള്ളി സിമ്പിളായിട്ട് തോളത്തിട്ടിരിക്കുന്നൊരു തോർത്തോ ഒരു തൂവാലൊക്കെ എടുത്ത് മുഖമൊക്കെ തുടച്ചിട്ട് വീണ്ടും അതേപോലെ തന്നെ ഭയങ്കര ഒരു ശ്രദ്ധയോടെ കൂടെ ഇങ്ങനെ ഇരുന്ന് വണ്ടി ഇങ്ങനെ ഓടിക്കുന്നത് കാണാം. കണ്ടക്ടർ ചേട്ടൻ ഇങ്ങനെ മണി അടിക്കുന്നതിന് അനുസരിച്ചിട്ട് ഡ്രൈവറെ ഇതേപോലെ ഈ വളയം പിടിച്ച് തിരിക്കുകയും നേരെയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ വണ്ടി മൂവ് ചെയ്യണ കാണുമ്പോൾ നമുക്കും അത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മുടെ വിചാരം എന്താ, ഈ മണി അടിച്ചാൽ മാത്രമേ ഇത് മൂവ് ചെയ്യുള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ വിചാരം. ഒരിക്കൽ ഇതേപോലെ മാമൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു പഴയ സ്റ്റിയറിങ് ഇത് കിട്ടി എനിക്ക്. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ അതെടുത്തുകൊണ്ടെന്ന് വെച്ചിട്ട് ഒരു പലകയൊക്കെ കൊണ്ടിട്ട് ആ പണ്ട് കണ്ട ആ ഡ്രൈവർ ചേട്ടനെ പോലെ തോളത്തൊരു ഒരു തോർത്തോ ഒരു തൂവാല തന്നൊക്കെ എടുത്തിട്ട് വണ്ടി ഓടിച്ച് കളിക്കും. പണ്ട് ചെറുപ്പത്തിലൊരു ഓരോരോ കളികൾ. പിന്നെ ഒരു 10-30 വർഷം എടുത്തു ഇങ്ങനൊരു വളയം സ്വന്തമായിട്ട് വാങ്ങാൻ. ചുമ്മാ ഒരു വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ രസം തോന്നി. പണ്ടാ ഇങ്ങനെ ആ സ്റ്റിയറിങ് പോകണ കണ്ടപ്പോൾ പണ്ടാ KSRTCയിൽ സ്റ്റിയറിങ് വളയുന്നൊരു ഫീൽ കിട്ടിയതാണ്. അത് കണ്ടപ്പോൾ ചെറിയൊരു നൊസ്റ്റാൾജി അടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചുമ്മാ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്? നിങ്ങൾക്ക് ഏത് കൈയാണ് ഏറ്റവും കൂടുതൽ മരങ്ങ് വണ്ടി ഓടിക്കാനായിട്ട്? എനിക്ക് ലെഫ്റ്റ് ഹാൻഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കൈയാണ് ഏറ്റവും കൂടുതൽ മരങ്ങ്? ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും ഇതേപോലുള്ള ഒരു സ്റ്റിയറിംഗ് ബസ് ഓർമ്മകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്തോളൂ. താങ്ക്